ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തൊടുകുറി ശാസ്ത്രമാണ്. അതായത് ഇവിടെ നമ്മൾ തൊടുകുറി ശാസ്ത്രവും ഒപ്പം തന്നെ ഗൈഡൻസ് ആയിട്ട് ഒരു ഡിവൈൻ കാർഡും കൂടി എടുത്താണ് ഇന്നത്തെ ഒരു ടോപ്പിക് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരാഗ്രഹം അത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ 2 പയൽസ് വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ പയൽ എന്ന് പറയുന്നത് ഒരു വെളുത്ത പൂവാണ്, രണ്ടാമത്തെ പയൽ എന്ന് പറയുന്നത് ചുവന്ന പൂവാണ്. അപ്പോൾ ഈ 2 പയൽസിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നമ്പർ വെച്ചിട്ട് തിരഞ്ഞെടുക്കാം. 1, 2 എന്നുള്ള ആ ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പൂക്കളുടെ നിറം നോക്കിയിട്ട്, അതായത് വെളുത്തത്, ചുവപ്പ്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നിറം അങ്ങനെ വെച്ചിട്ട് തിരഞ്ഞെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പൂക്കളുടെ ഒരു ഭംഗി കണ്ടിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഏത് രീതിയിലും നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന, ഉചിതമെന്ന് തോന്നുന്ന ഒരു രീതിയിൽ ഒരു പയൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പയൽ തിരഞ്ഞെടുത്തവരെക്കുറിച്ചും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു പയലിൽ നമ്മൾ പറയുന്ന ആ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മളിതിൽ കൂടി പറയുന്ന ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങളുമായിട്ട് മാച്ച് ആവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പയൽ കണ്ടതിന് ശേഷം അത് റെസണേറ്റായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ 2 പൂക്കൾ വെച്ചിരിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെക്കുക. അതിനുശേഷം ഈ 2 പയൽസിലും നോക്കി നിങ്ങളുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കിയതിന് ശേഷം മാത്രം ഏത് രീതിയിൽ തിരഞ്ഞെടുക്കണം എന്ന് ചിന്തിച്ച് 2 പൂവുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇനിയുള്ള കുറച്ച് നിമിഷങ്ങളിൽ 2 പൂവുകളിൽ നിന്നൊരെണ്ണം വളരെ ഏകാഗ്രമായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പയലായിട്ടുള്ള വെളുത്ത പൂവ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഡിവൈൻ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് പേഷ്യൻസ് എന്നുള്ള കാർഡാണ്. ഇവിടെ ഈ ഒരു പയൽ തിരഞ്ഞെടുത്തവർ ആ ഒരു വെളുത്ത നിറം, ആ ഒരു വെളുത്ത പുഷ്പം പോലെ തന്നെ വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ്. അതായത് ഇവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളോട് ഇവർക്ക് വിശ്വാസം തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് തന്നെ കാര്യമുണ്ടായാലും, അല്ലെങ്കിൽ ആര് അവരെക്കുറിച്ച് എന്ത് മോശം പറഞ്ഞു കഴിഞ്ഞാലും ഇവർ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അതായത് ഒരാളിൽ ഒരു തവണ ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അടിയുറച്ചൊരു വിശ്വാസമായിട്ട് തന്നെ ഇവരെക്കാലവും മുന്നോട്ട് പോകും. ഇവരുടെ ഈ ഒരു അമിതമായിട്ടുള്ള മറ്റുള്ളവരോടുള്ള വിശ്വാസം കൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ പലപ്പോഴും പലരിൽ നിന്നും ചതിവ് ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. ഇവർക്ക് വളരെ പ്രിയപ്പെട്ടവരായി നിന്നുകൊണ്ടിട്ടുള്ള പലരും പിന്നീട് പല കാര്യങ്ങളിലും ഇവർ പോലും അറിയാതെ ഇവരെ മോശക്കാരാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡിവൈൻ കാർഡായിട്ട് കിട്ടിയിരിക്കുന്ന പേഷ്യൻസ് എന്നുള്ള ആ ഒരു കാർഡ് പറയുന്നത് പോലെ തന്നെ ഈ ഒരു പയൽ സെലക്ട് ചെയ്തവർ തീർച്ചയായിട്ടും വളരെയധികം ക്ഷമാശീലമുള്ള വ്യക്തികളാണ്. അതായത് ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറയുന്നത് പോലെ എത്ര ബുദ്ധിമുട്ടിക്കുന്ന ഒരവസരം വന്നു കഴിഞ്ഞാലും ഇവർ മാക്സിമം അത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇനി ഇവരുടെ ഉള്ളിൽ ഒരു വീർപ്പുമുട്ടൽ ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാതെ അവർ മാക്സിമം പിടിച്ചു നിൽക്കും. ഇത്രയധികം ക്ഷമാശീലരായിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇവരുടെ ഒരു പിടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ ഇവർക്ക് പാരമ്പര്യമായിട്ട് എന്തൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരധ്വാനിച്ചാൽ മാത്രമേ ഇവർക്ക് അതിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. അതായത് പിതൃസ്വത്ത് ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരുപാട് ബന്ധുബലം ഉണ്ടായാലോ ഇതൊന്നും അത്രയധികം അനുഭവിക്കാൻ യോഗമില്ലാത്ത വ്യക്തികളാണ്. ഇവരുടെ അധ്വാനം എന്തോ അതിൽ നിന്നായിരിക്കും ഇവർക്ക് കൂടുതലും അനുഭവയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇവരുടെ ആരെയും വിശ്വസിക്കുന്ന ആ ഒരു പ്രകൃതം കൊണ്ട് തന്നെ ഇവരോട് വളരെയധികം അടുപ്പം കാണിക്കുന്ന എല്ലാവരും ഇവരൊരു സുഹൃത്തുക്കളാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും കരുതുക. ഇവരോടൊപ്പം ഇവരുടെ നല്ല കാലങ്ങളിൽ കൂട്ടുകൂടാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും.
പക്ഷേ തീർച്ചയായിട്ടും ഇവർക്കൊരു മോശം സമയം വന്നാൽ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവരെ സഹായിക്കാനായിട്ട് ഈ പറഞ്ഞ ഒരു വ്യക്തികളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ജീവിതത്തിൽ വിജയം നേടാനായി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളാണ്. അതുപോലെ ഇവർക്ക് അധ്വാനിക്കാനും മടിയില്ല, എത്രയധികം വേണമെങ്കിലും കഷ്ടപ്പെടാനും. പക്ഷേ ആ കഷ്ടപ്പാടിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളത് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പലപ്പോഴും വേണ്ടപ്പെട്ട പലരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് മുഴുമിപ്പിക്കാനായിട്ട് കഴിയാറില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവേണ്ടതായിട്ടും വരാറുണ്ട്. ഇനി ഇവരുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു സമ്പാദ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഇവർക്ക് വേണ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരോ ഒക്കെ ഒന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ വേണ്ടി ഇവർ അവരുടെ കയ്യിലുള്ളത് കൊടുത്ത് അവരെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ്. ഏകദേശം ഒരു മധ്യവയസ്സ് മുതലായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആരംഭിക്കുന്നത്. ഇനി ഇവരുടെ കഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലാകായികപരമായിട്ട് വളരെയധികം താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ സംഗീതവാസന കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ ഇവർ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഒരേപോലെ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് ഇവരുടെ ജീവിതത്തിൽ സ്ഥായിയായിട്ട് എപ്പോഴും ഉയർച്ചയോ അല്ലെങ്കിൽ സ്ഥായിയായിട്ട് എപ്പോഴും നിരാശയോ ഉണ്ടാവാറില്ല. ഇവർ കുറച്ചധികം സന്തോഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പുറകെയായിട്ട് ഇവർക്ക് വിഷമിക്കേണ്ടതായിട്ടുള്ളൊരു ഘട്ടം വരും. അതേപോലെ തന്നെ ആ ഒരു വിഷമത്തിൽ നിന്ന് അവർക്ക് കരകയറി വരാനും തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് പിന്നീട് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് വന്നു ചേരുന്നതുമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇവർ വളരെയധികം ദുഃഖിക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് കരകയറി പോരാനുള്ള ഒരു ദൈവാനുഗ്രഹം ഇവർക്കുണ്ടാവുകയും ചെയ്യാറുണ്ട്. മറ്റൊരെടുത്ത് പറയത്തക്ക പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ മാതൃസ്നേഹമാണ്. ഇവരുടെ കുടുംബാംഗങ്ങളെ എല്ലാം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഫാമിലിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഇവർക്ക് അമ്മയോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. പലപ്പോഴും ഇവരുടെ പരോപകാരവും അതുപോലെ സത്യസന്ധതയും ഒക്കെ ഇവർക്ക് ചുറ്റുമുള്ളവരൊന്നും കാണാറില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും വളരെയധികം ഈശ്വര വിശ്വാസമുള്ള കൂട്ടത്തിലാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ ദൈവിക സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാനൊക്കെ ഇവർ വളരെയധികം ആഗ്രഹിക്കാറുണ്ട്. ഇവരുടെ ആ ഒരു ദൈവവിശ്വാസം പോലെ തന്നെ ഇവർക്ക് വളരെയധികം ദൈവാധീനമുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഏതൊക്കെ കപടതയിൽപ്പെട്ടാലും ആരൊക്കെ ഇവരെ കബളിപ്പിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ സങ്കടകരമായിട്ടുള്ള പ്രവർത്തികൾ ഇവർക്ക് വന്നു ചേർന്നാലും ഇതിൽ നിന്നെല്ലാം ഇവർക്ക് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ട് പോകുന്നതാണ്. ഇനി ഇവിടെ ഈ ഒരു വെളുത്ത പൂവ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ ആഗ്രഹം നടന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനായിട്ട് ഇവർക്ക് കുറച്ച് നാൾ കാലതാമസമുള്ളതായിട്ടാണ് കാണുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് ഇവർക്ക് കുറച്ചധികം ക്ഷമ ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറുക്ക് വഴി കൂടി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുന്നതിന് ക്ഷമയോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് വിവേകപൂർവമായിട്ടുള്ള പ്രവൃത്തിയും കൂടി ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടക്കുവാൻ കുറച്ച് കാലതാമസം ഉള്ളത് കൊണ്ട് തന്നെ അതിന് നടക്കാൻ സാധ്യതയില്ല എന്ന് കരുതി നിങ്ങളിത് വിട്ട് കളയരുത്. ഇതിൻ്റെ ആ ഒരു ഫയർ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ഇതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും വേണം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്താനുള്ള ദൂരം കുറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫസ്റ്റ് പയലായിട്ടുള്ള ഈ ഒരു വെളുത്ത പൂവാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫസ്റ്റ് പയലിൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിനായിട്ട് ക്ഷമയോടെ പ്രാർത്ഥനയോടെ അതിലേക്കുള്ള വഴിയിലേക്ക് എത്തിച്ചേരുക. ഇനി രണ്ടാമതായിട്ട് ചുവന്ന പൂവ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു ഡിവൈൻ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ഡിവോഷൻ എന്നുള്ള കാർഡാണ്. അപ്പോൾ ഈ ഒരു ചുവന്ന പൂവ് തിരഞ്ഞെടുത്തവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇവർ തീർച്ചയായിട്ടും വളരെയധികം ആകർഷണീയരായിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനെല്ലാം ഇവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന വ്യക്തികളാണ്. ഇവരുടെ എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് നന്നായി കഴിവുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ആവശ്യത്തിലധികം ബുദ്ധി കൂർമ്മതയുള്ള വ്യക്തികളുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് പെട്ടെന്നുള്ള ഒരു കപടനാട്യങ്ങളൊന്നും സാധ്യമല്ല. കാരണം ഇവരിതെല്ലാം എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം മിടുക്കുള്ള വ്യക്തികളാണ്. ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്നവരാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് ഇവർ തന്നെ സ്വയം ഇവരുടെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട്. അതായത് ഈ ചുവന്ന പൂവ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെയാണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിവുള്ളവരാണ്. അല്ലെങ്കിൽ ഇവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇവർക്ക് പ്രത്യേകം താല്പര്യമുള്ള വ്യക്തികളാണ്. ഇവരുടെ നിശ്ചയദാർഢ്യവും അതുപോലെ ശുഭാപ്തി വിശ്വാസവുമെല്ലാം ഇവർക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും അത്ഭുതമുണ്ടാക്കുന്നതാണ്. ഇവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ആ സൗഹൃദങ്ങൾ എന്നെന്നും നിലനിന്ന് പോകണമെന്നും ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. ഇവരുടെ എടുത്ത് പറയത്തക്ക മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സുഹൃത്തുക്കൾക്കോ അതുപോലെ വേണ്ടപ്പെട്ടവർക്കോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവരോട് തുറന്നു പറയാൻ സാധിക്കുന്നതാണ്. ഇവരൊരിക്കലും അവരെ ചതിക്കുകയോ അല്ലെങ്കിൽ അത് പുറത്ത് പറഞ്ഞു നടക്കുകയോ ചെയ്യുന്ന വ്യക്തികളല്ല. മറ്റുള്ളവർക്ക് ഇവർ നല്ലൊരു കേൾവിക്കാരാണെങ്കിൽ പോലും ഇവരുടേതായ പല കാര്യങ്ങളും ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും പൂർണ്ണമായിട്ടും തുറന്ന് പറയാനായിട്ട് ഇവർക്ക് കഴിയാറില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനോട് ഇവർക്കത്ര താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പലരുടെയും ഹൃദയം സൂക്ഷിപ്പുകാരാണ് ഈ വ്യക്തികളെങ്കിലും ഇവരുടേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യം ഇവർക്കല്ലാതെ മറ്റൊരാൾക്കും അറിയാനായിട്ട് സാധിക്കില്ല. ജീവിതത്തിലെ ഏത് കാര്യങ്ങളും വളരെയധികം ആലോചിച്ചും കണ്ടും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും ഇവരുടെ അമിതമായിട്ടുള്ള ഒരു വിശ്വാസം കാരണം ഇവർക്ക് ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള വ്യക്തികളുമാണ്. ഇവർ വളരെയധികം ദൈവവിശ്വാസികളാണെങ്കിൽ കൂടിയും അനാചാരമോ അന്ധവിശ്വാസമോ ഒന്നും കാത്തു സൂക്ഷിക്കാത്ത വ്യക്തികളാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഏതൊരു കാര്യത്തിലും വെച്ച് പുലർത്തുന്നവരുമാണ്. അതുപോലെ തന്നെ ഇവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണിവർ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ ഭയപ്പെടും എന്ന് പറയുന്നത് പോലെ ഇവർ ഓരോ കാര്യം വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ പിന്നീട് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ താങ്ങാവുന്നതിലധികം ഹൃദയവേദന അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണിവർ. ഇവരുടെ ജീവിത കാലയളവിൽ ഇവരെപ്പോഴെങ്കിലും ഒരു വിരഹവേദന അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം ഒക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഇവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണുകയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും പ്രതികരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതുപോലെ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കാറില്ല. ഇവർക്ക് പറയാനുള്ളത് ഇവർ ആരോടായാലും മുഖത്ത് നോക്കി പറയാനും മടിയില്ലാത്ത വ്യക്തികൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ച് വെക്കുന്ന വ്യക്തികളൊന്നുമല്ല ഇവർ. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ദേഷ്യം കഴിയുമ്പോൾ ഇവരെല്ലാം മറന്ന് പഴയതുപോലെ തന്നെ അവരോട് മിണ്ടുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും ഇവരുടെ ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം മൂലം മറ്റുള്ളവർക്ക് ഇവരോടൊരു വൈരാഗ്യ ബുദ്ധി തോന്നാനും അതുപോലെ തന്നെ കുറച്ച് അഹങ്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കാനുമൊക്കെയുള്ള സാധ്യതകളും കൂടുതലാണ്. പൊതുവെ ഇവരെ ആരോഗ്യമുള്ള വ്യക്തികളായിട്ട് കണക്കാക്കിയാൽ പോലും ഇവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ എപ്പോഴും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏതെങ്കിലും ഒരു തരത്തിലുണ്ടായിട്ടുള്ള വ്യക്തികളാണ്. ഈ പറഞ്ഞ പല ഗുണഗണങ്ങൾ ഇവർക്കുണ്ടെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കാനും ഇവർക്ക് മടിയില്ലാത്ത വ്യക്തികളാണ്. എങ്കിലും ഇവരുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് കഴിയുന്നത് ഇവരുടെ അമിതമായിട്ടുള്ള ഉത്കണ്ഠയാണ്. പല കാര്യങ്ങളും അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന വ്യക്തികളാണിവർ. വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവരുടെ തലയിലുണ്ടാവും. അതിനെക്കുറിച്ച് ഇവർ ചിന്തിച്ച് തലകുണ്ണാക്കി ഒരാവശ്യവുമില്ലാതെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ട്. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഭയമോ ടെൻഷനോ ഒന്നും മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവരല്ല ഇവർ. ഇവർക്ക് എത്രയോ ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ടെങ്കിലും അവരോടൊന്നും ഇവരിതൊന്നും ഷെയർ ചെയ്യാറില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ധീരന്മാരായിട്ട് അല്ലെങ്കിൽ വളരെയധികം ബോൾഡായിട്ട് തന്നെ കാണപ്പെടാനാണ് ഇവർക്കിഷ്ടം.
അതുപോലെ തന്നെ പ്രായം എത്രയധികം കൂടിയാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു യൗവനം നിലനിർത്തുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു രണ്ടാമത്തെ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് പോലെ ഒരു 40 വയസ്സിന് ശേഷമൊക്കെ ഇവർക്ക് വീണ്ടും ഒരു പുതിയ പ്രണയമൊക്കെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തത് രണ്ടാമത്തെ പയലായിട്ടുള്ള ആ ഒരു ചുവന്ന പൂവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങളുടെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എത്രയും വേഗം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഈ രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്തതോടൊപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു സ്വഭാവ സവിശേഷതകൾ കൂടി നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടാനായി നിങ്ങൾക്ക് ഡിവൈൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.